Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഡിവൈസ് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. OnePlusന്റെ ഏറ്റവും പുതിയ ഡിവൈസ് ആയ OnePlus 10T. അപ്പോൾ ടി സീരീസ് ഓഫ് OnePlusന്റെ എപ്പോഴും തന്നെ ഒരു സെക്കൻഡ് ഹാഫ് ഓഫ് ആ വർഷമാണ് ഇറങ്ങാറ്. കാരണം ഫസ്റ്റ് ഹാഫ് ഓഫ് എവറി ഇയർ നോർമൽ സീരീസ്, അതായത് OnePlusന്റെ പ്രോ വേർഷനും റെഗുലർ വേർഷനും പിന്നെ സെക്കൻഡ് ഹാഫിൽ ടി വേർഷനുമാണ് ഇറക്കാറ്. പക്ഷേ ഈ വർഷം OnePlus 10 Pro ഇറക്കിയപ്പോൾ OnePlus 10 ഇറക്കിയില്ലായിരുന്നു. അത് ആക്ച്വലി OnePlus ഇറക്കിയില്ലായിരുന്നു. അതിന് പകരം OnePlus 10R ഇറക്കിയായിരുന്നു. കുറച്ചും കൂടി ചീപ്പർ വേർഷൻ ആയിരുന്നു. അറൗണ്ട് 40,000 rupees ആയിരുന്നു അതിൻ്റെ പ്രൈസ്. കുറച്ചും കൂടി ചീപ്പർ വേർഷൻ ആയിരുന്നു. അപ്പോൾ OnePlus 10 ഇതുവരെ ഇറങ്ങിയില്ലായിരുന്നു. പക്ഷേ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് OnePlus 10T ആണ്. അതായത് ഈ വർഷത്തെ രണ്ടാമത്തെ ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം. OnePlusന്റെ ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറി. അതായത് ഞാൻ ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറി എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പവർഫുൾ ആയ ഒരു ഹാർഡ്വെയറും കൂടെ തരുന്നതുകൊണ്ടാണ് ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറി എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി OnePlusന്റെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് 10 Pro തന്നെയാണ്. പക്ഷേ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ഡിവൈസാണ് OnePlus 10T എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ പ്രോസസ്സറാണ്. Qualcommന്റെ Snapdragon 8+ Gen 1 ചിപ്പാണ് വരുന്നത്. അത് ഏറ്റവും പവർഫുൾ ആയ ആൻഡ്രോയിഡിനുള്ള Qualcommന്റെ Snapdragon 8+ Gen 1 ചിപ്പാണ്. ഇത്തവണ അപ് ടു 16 GB ഓഫ് റാം ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള വേരിയൻറ്റ് 12 GB ആണ്. റെഗുലർ 12/256 ആണ്. 12/256 ഇന്ത്യയിൽ മാത്രമേ അവൈലബിൾ ആവുന്നുള്ളൂ എന്നാണ് OnePlus പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല, അൺബോക്സ് ചെയ്യുമ്പോൾ വഴിയേ പറയാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് OnePlus 10Tൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. OnePlus 10T എന്ന് എഴുതി കാണാം. ഇൻഫാക്ട് 10T എന്ന് മാത്രമേ ഉള്ളൂ. OnePlusന്റെ ബ്രാൻഡിങ് എവിടെയില്ല. സൈഡിൽ ലോഗോ കാണാം. ഇവിടെ OnePlus 10T 5G എന്ന് എഴുതി കാണാം. ബാക്ക് ഓഫ് ദ ബോക്സ് നമുക്ക് ഇവിടെ ബാക്കി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 12 GB റാമാണ് നമ്മുടെ കയ്യിലുള്ളത്. 256 GB സ്റ്റോറേജുമാണ്. പിന്നെ സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയിരിക്കും 1.176 ആണ്. ഹെഡ് സാർ ബോഡി സാർ 0.924 ആണ്. അതേപോലെ വെയിറ്റ് 203 grams ആണ്. ഡിസൈൻ ബൈ OnePlus ആണ്. 8.8 mm തിക്നെസ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിൻ്റെ ഡീറ്റെയിൽസ്. പ്രൈസ് എഴുതിയിട്ടില്ല. പ്രൈസ് എനിക്ക് തോന്നുന്നു അറൗണ്ട് 50,000 rupees ആവാനാണ് ചാൻസ്. 50,000 രൂപയ്ക്കാണ് എൻ്റെ ഒരു ഗസ് വർക്ക്. 49,999 ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ പ്രൈസ് എഴുതിയിട്ടില്ല. അതേപോലെ തന്നെ ജെയ്ഡ് ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ് നമുക്കുള്ളത്. ഒരു സാൻഡ്സ്റ്റോൺ ബ്ലാക്കോ വേറൊരു കളറും കൂടി ഉണ്ട്. നമ്മുടെ കയ്യിൽ ഗ്രീൻ കളറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിവൈസിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്. Qualcommന്റെ 5G സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് തുറക്കാം. അപ്പോൾ നമ്മൾ ബോക്സ് തുറന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് OnePlusന്റെ ഒരു ബോക്സാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഉള്ളിൽ ആക്ച്വലി നല്ല ഒരു കേസാണ് കേട്ടോ. കണ്ടില്ല, നല്ലൊരു കേസാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് OnePlus 10 Proയിലും ഉണ്ടായിരുന്നു ഇതേ കേസ് തന്നെ. അതേ കേസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കളർഫുൾ കേസാണ്. ഗ്രീൻ കളർ കേസാണ്. പിന്നെ നമുക്കിവിടെ സിം ഇജക്റ്റ് പിന്നാണ് വരുന്നത്. ഇതിനകത്ത് നിന്ന് പോകുന്നതാണ്. സിം ഇജക്റ്റ് പിന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റെഡ് കേബിൾ ക്ലബിൻ്റെ ഒരു കാർഡും കാണാം. പിന്നെ നമുക്ക് കിട്ടുന്നത് സ്റ്റിക്കേഴ്സാണ്. OnePlusന്റെ സ്റ്റിക്കേഴ്സാണ്. നെവർ സെറ്റിൽ ബ്രാൻഡിങ് ഉള്ളത് കാണാം. അതേപോലെ വീണ്ടും ഇവിടെ നമുക്ക് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. ഇതിന്നാണ് വീണത് സിം ഇജക്റ്റ് പിന്ന്. അപ്പോൾ വെൽക്കം ഗൈഡാണ് അല്ലേ, വെൽക്കം ഗൈഡ്. അതേപോലെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഇത്തവണ നമുക്ക് പ്ലാസ്റ്റിക് കവറല്ല, ഒരു പേപ്പറാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നല്ലൊരു ചേഞ്ചാണ്. പ്ലാസ്റ്റിക്കിന് പകരം പേപ്പർ കവറിങ് കൊടുക്കുന്നത് നല്ലൊരു ചേഞ്ചായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ പ്ലാസ്റ്റിക് കഴിയുന്നതും അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ഇതും കൂടിയാണ്. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ബോക്സിനകത്ത് വരുന്നത് ഒരു ജംബോ ചാർജറാണ്. ഇത് 160 watt സൂപ്പർ ഹൂക്കാണ്. 160 watt സൂപ്പർ ഹൂക്കാണെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് 150 watt ആണ്. USB Type-C പോർട്ടാണ്. ഒരു വലിയ ചാർജറാണ്. നല്ലൊരു ഹെവി ചാർജറുമാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് USB Type-C to Type-C ചാർജിങ് ആണ്. ഇതൊരു നല്ല ഫീച്ചറാണ്. കാരണം മുമ്പ് 1-2 ഡിവൈസിൽ എന്നതൊക്കെ Type-A to Type-C ആയിരുന്നു. ഇപ്പോൾ വീണ്ടും തിരിച്ച് Type-C to Type-Cക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇത് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫോണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് എടുത്ത് കളയാം. അപ്പോൾ എന്നിട്ടില്ല, വളരെ ഗ്ലോസി ഫിനിഷാണ്. പ്രത്യേകിച്ച് ക്യാമറ യൂണിറ്റിൻ്റെ ഇൻറ്റഗ്രേഷൻ കൊള്ളാം. കാരണം കഴിഞ്ഞ OnePlus 10 Proയിൽ ഇവിടെ ഒരു ഷാർപ്പർ എഡ്ജസ് ആയിരുന്നു. ഇവിടെ കുറച്ചും കൂടെ ഒരു ഇൻറ്റഗ്രേഷൻ ഉണ്ട് ക്യാമറ യൂണിറ്റ് ആയിട്ട്. കണ്ടില്ലേ, ഒരു കേർവ്ഡ് ഫിനിഷാണ്. ഇത് ഗ്ലോസി ഫിനിഷാണ്. എന്താ പറയുക, ഗ്ലാസ് ആണ്. അതേപോലെ OnePlusന്റെ ബ്രാൻഡിങ് കാണാം. അവിടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. നമുക്ക് സോണി IMX 766 സെൻസർ, 50 MP സെൻസർ, 8 MP അൾട്രാ വൈഡും 2 MP മാക്രോണ്. ഇവിടെ ഫ്ലാഷും കാണാം. അപ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഇവിടെ
വോളിയം കീസ് ആണ് വരുന്നത്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ ആണ്. അലേർട്ട് സ്ലൈഡർ മിസ്സിംഗ് ആണ്. അപ്പോൾ പ്രോബ്ലി വൺ ഓഫ് ദ ഫസ്റ്റ് ടൈം ആണ് ഈ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് സെഗ്മെന്റിൽ അലേർട്ട് സ്ലൈഡർ മിസ്സിംഗ് ആണ്. അലേർട്ട് സ്ലൈഡർ എന്ന് പറഞ്ഞാൽ സൈഡിലൊരു മ്യൂട്ട് ആക്കാനുള്ള സ്ലൈഡറാണ്. നിങ്ങൾ വൺ പ്ലസിൻ്റെ പ്രീമിയം ഫോൺസ് യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അത് മിസ്സിംഗ് ആണ്. അപ്പോൾ ഇത്തവണ വൺ പ്ലസ് പറഞ്ഞത് എന്താ വെച്ചാൽ ബാറ്ററി കപ്പാസിറ്റി 4800 ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതും ഫോം ഫാക്ടർ കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അലേർട്ട് സ്ലൈഡർ എടുത്ത് കളയേണ്ടി വന്നു എന്നാണ് വൺ പ്ലസിൻ്റെ വാദം. അപ്പോൾ അലേർട്ട് സ്ലൈഡർ പെർമനൻ്റ്ലി റിമൂവ്ഡ് അല്ല, എങ്കിലും ഇത്തവണ ഉണ്ടാവില്ല. അപ്പം ഇനി ഭാവിയിൽ അവർ കുറച്ചുകൂടി ഡിസൈൻ മെച്ചപ്പെടുത്തുകയാണെങ്കിൽ തിരിച്ചു വരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് താഴെ USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ്. സിം ട്രെയിൻ കാണാം. ഡ്യുവൽ സിം കാർഡ് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അതേപോലെ സ്പീക്കർ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും ഉണ്ട്. മോൾ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. ഇവിടെ വൺ പ്ലസിൻ്റെ ലോഗോയും കാണാം. പിന്നെ സൈഡിലെ ഫ്രെയിമും നല്ലൊരു എന്താ പറയുക ക്രോം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതാണ് ഡിവൈസ്. നമുക്കിവിടെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ്. വൺ പ്ലസിൻ്റെ ഫ്ലൂയിഡ് AMOLED എന്ന് വേണമെങ്കിൽ പറയാം. ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ്. എല്ലാ തവണത്തെ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ നമുക്ക് OnePlus 10 Pro ആയിട്ടും ജസ്റ്റ് കമ്പയർ ചെയ്യാം. OnePlus 10 Pro 10T കാണുമ്പോൾ ഇത് മെയിൻ ഡിഫറൻസ് ഇതിനകത്തൊരു മാറ്റ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഗ്ലോസി ഗ്ലാസ് ആണ്. പിന്നെ ക്യാമറ യൂണിറ്റിലും ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഹാസൽബ്ലാഡിൻ്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഇവിടെ ഹാസൽബ്ലാഡ് ഇല്ല. പിന്നെ നമുക്ക് കാണാം, കണ്ടില്ലേ, ഒരു ഇവിടെ ഉണ്ട് ഒരു ഇൻറ്റഗ്രേഷൻ കണ്ടു. ഇവിടെ ഷാർപ്പർ എഡ്ജസ് ആണ്. ഷാർപ്പർ എന്ന് പറഞ്ഞാൽ കൊണ്ട് റേസ്ഡ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നമുക്ക് അത് ഇൻറ്റഗ്രേറ്റഡ് ആണ്, ഒരു കേർവേച്ചർ കാണാം. അതാണ് ഒരു മെയിൻ ഡിഫറൻസ്. പിന്നെ ഫ്രണ്ട് പാനലിൽ എനിക്ക് തോന്നുന്നു ഇത് കേർവ്ഡ് ആണ്. അത് ഒബ്വിയസ്ലി പ്രീമിയം ഡിവൈസ് ആണ്. ഇത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. അതേപോലെ ഇത് ക്വാഡ് HD ഡിസ്പ്ലേ ആണ്. ഇവിടെ നമുക്ക് ഫുൾ HD വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഒരു ഇതൊന്ന് കാണിച്ചു തരാമെന്ന് മാത്രമേ പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് ഡിസൈൻ ലാംഗ്വേജ് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് സെറ്റപ്പ് ഒന്ന് ചെയ്യാം. സെറ്റപ്പ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയാം. പുതിയൊരു വാൾപേപ്പറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കറിയാം കളർ OSൻ്റെ UI തന്നെയാണ്. അപ്പോൾ UIക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് ഡിസ്പ്ലേ നോക്കാം. നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, വൺ പ്ലസിൻ്റെ പൊതുവെയുള്ള ഡിവൈസസിലൊക്കെ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാവാറുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് നല്ലൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.7 ഇഞ്ചസ് ലാർജ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്കിവിടെ 120 Hz ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡിസ്പ്ലേ സെറ്റിങ്സിലേക്ക് പോകാം. ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്. ഇവിടെ നമുക്ക് സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഹൈ ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് റിഫ്രഷ് റേറ്റ് 60 Hz ആണ് വരുന്നത്. അപ്പോൾ ഹൈ റിഫ്രഷ് റേറ്റ് 120 Hz ആണ്. അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റും കൂടിയാണ്. അപ്പോൾ പിന്നെ AMOLED ഡിസ്പ്ലേ, ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ്. പിന്നെ sRGBയും ഡിസ്പ്ലേ P3 സപ്പോർട്ട് ചെയ്യുന്നതാണ്. വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് 10-bit AMOLED ഡിസ്പ്ലേ ആണ്. 10-bit എന്ന് പറയുമ്പോൾ തന്നെ ബില്യൺ കളേഴ്സ് ആണ് വരുന്നത്. കളർ ഡെപ്ത് HDR10+ സപ്പോർട്ടഡ് ആണ്. അതേപോലെ തന്നെ നമുക്ക് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുന്നത് വെച്ചാൽ ഓവറോൾ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല വൈബ്രൻറ്റ് കളേഴ്സും അതേപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ എന്ന് പറയും. പീക്ക് ബ്രൈറ്റ്നസ് എനിക്ക് തോന്നുന്നു അറൗണ്ട് 950 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ്. നല്ല ഒരു ക്വാളിറ്റി ആണ് നമുക്ക് പറയാം. ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയറിൽ നമുക്ക് കിട്ടുന്നത് വീണ്ടും തന്നെ Android 12 ആണ്. Oxygen OS ആണ്. പക്ഷേ കളർ OSൻ്റെ അതേ UI തന്നെയാണ് വരുന്നത്. OnePlus 10T Snapdragon 8+ Gen 1 മൊബൈൽ പ്ലാറ്റ്ഫോം. 12 GB ഓഫ് റാം ആണ് വരുന്നത്. Android 12 വേർഷൻ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ പ്രോസസ്സർ ഡീറ്റെയിൽസ്, സ്റ്റാറ്റസ് എല്ലാം തന്നെ നമുക്കിവിടെ കാണാം. പിന്നെ വൺ പ്ലസിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നല്ലതാണ്. എനിക്ക് പൊതുവേ കളർ OS ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ വളരെ ക്ലീനാണ്. വലിയൊരു പ്രോബ്ലമാറ്റിക് UI ഒന്നുമല്ല. അപ്പോൾ ഇവിടെ നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. വൺ പ്ലസിൻ്റെതായ ക്വിക്ക് ലോഞ്ച്, അതേപോലെ വൺ പ്ലസ് ഷെൽഫ്, വർക്ക് ലൈഫ് ബാലൻസ്, വൺ പ്ലസ് സ്കൗട്ട്, സ്പ്ലിറ്റ് സ്ക്രീന്, അങ്ങനത്തെ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പാരൻ്റൽ കൺട്രോൾസ്. പിന്നെ നമുക്ക് ബേസിക്കായ പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലേ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, വാൾപേപ്പേഴ്സ്, തീംസ്, ഐക്കൺസ് സെലക്ട് ചെയ്യാം. ഹൊറൈസൺ ലൈറ്റിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ആനിമേഷൻസ് ഉണ്ട്. കളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ എല്ലാം തന്നെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ കാര്യമായ കംപ്ലയിൻസ് ഒന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനകത്ത് Android 12 ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു വൺ പ്ലസ് ആയതുകൊണ്ട് തന്നെ അപ്ഡേറ്റ്സ് ഒക്കെ ഒബ്വിയസ്ലി നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയിലോട്ട് പോകാം. ക്യാമറ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറയിലോട്ട് പോകാം. അപ്പോൾ ക്യാമറേൻ്റെ 50 MP സോണി IMX 766 സെൻസറാണ്. വീഡിയോ റെക്കോർഡിങ്ങിലൊന്ന് പോകാം. അപ്പോൾ നമുക്ക് 4K സപ്പോർട്ടഡ് ആണ്. 4K 16 30 FPS സപ്പോർട്ടഡ് ആണ്. ഇത്രയാണ് മാക്സിമം വരുന്നത്. പിന്നെ OIS ഉണ്ട്, EIS ഉണ്ട്. സ്റ്റെബിലൈസേഷൻ ഇവിടെ കാണാം നിങ്ങൾക്ക്. ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, അങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാം. പിന്നെ അഡീഷണൽ ഉണ്ടല്ലോ ഒരുപാട് മോഡ്സ് ഉണ്ട്. ഡ്യുവൽ വീഡിയോ മോഡ്, മാക്രോ മോഡ്, അങ്ങനെ അഡീഷണൽ ഓപ്ഷൻസ് ഒരുപാട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ UI നല്ലതാണ്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കണ്ടേക്കാം. ഇതെല്ലാം OnePlus
10T എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നതാണ് ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ പോസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി ഇതിൽ ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം 4800 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാളും ബാറ്ററി ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് OnePlus ക്ലെയിം ചെയ്യുന്നത്. ആ ഇൻക്രീസിൻ്റെ ഒരു ഷോർട്ട് കമ്മിങ് എന്താ വെച്ചാൽ അലേർട്ട് സ്ലൈഡർ മിസ്സിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതാണ് OnePlusൻ്റെ വാദം. അലേർട്ട് സ്ലൈഡർ ബാറ്ററി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കട്ട് ഡൗൺ ചെയ്തത്. പിന്നെ 150 watt ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. 0 to 100% അറൌണ്ട് 19 minutes ആണ് കമ്പനി അവകാശപ്പെടുന്നത്. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴേ പറയാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ബാറ്ററി ലൈഫ് ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഗെയിമിങ്ങിന് അനുയോജ്യമായ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കറിയാം സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്പ് വളരെ പവർഫുൾ ചിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു എക്സ്ട്രീം ഗെയിമിങ്ങിലൊക്കെ പോകുമ്പോൾ ഒബ്വിയസ്ലി ഹീറ്റ് ജനറേറ്റ് ആകും. അപ്പോൾ മൾട്ടിപ്പിൾ വേപ്പർ ചേമ്പർ കൂളിംഗ് ഉണ്ട്, ഗ്രാഫൈറ്റ് ഷീറ്റ്സ്, അങ്ങനെ എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് OnePlus പറയുന്നത്. അപ്പോൾ ഗെയിമിങ്ങിന് അനുയോജ്യമായ സെറ്റപ്പ് ഒക്കെ തന്നെ ഇതിനകത്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ്. നമ്മൾ ഗെയിമിംഗ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എത്രത്തോളം ഹീറ്റ് ഡെസിപ്പേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. എങ്കിലും സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്പ് 8നേക്കാളും വളരെയധികം ഇംപ്രൂവ്ഡ് ആണ്, പ്രത്യേകിച്ച് ഹീറ്റ് ജനറേഷനിൽ നിന്നാണ് പറയുന്നത്. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് വിശദമായി പറയാം. അപ്പോൾ ഇതായിരുന്നു OnePlus 10Tൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഞാൻ ഡീറ്റെയിൽ എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഡീറ്റെയിൽ റിവ്യൂ ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് പറയുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡയറക്റ്റ്ലി അൺബോക്സ് ചെയ്തിട്ടാണ് പറയുന്നത് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു OnePlus 10T അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. താങ്ക്സ് ഫോർ watching. Hope to see you in our next video. Have a great day.